പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. ഡോൺ ആണെങ്കിൽ തന്നോട് അങ്ങനെ പറഞ്ഞതിൻ്റെ വേദനയിലാണ് അമ്മാളു. അവന് ഒരു ശല്യമാകാതെ പോകാൻ. താനതിന് അവനെ ശല്യം ചെയ്യാൻ പോയോ? ഹോസ്പിറ്റലിൽ അവൻ്റെ സുഖവിവരം തിരക്കാൻ പോകുന്നത് ശല്യമാണോ? അവനെ കാണാനുള്ള ആഗ്രഹത്തോടെയല്ലേ താൻ ചെല്ലുന്നത്? അതിനങ്ങനെയൊക്കെയാണോ പറയുന്നത്? മമ്മിയും തന്നെ ഒഴിവാക്കി. ആ, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. ഡോൺ എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചാലും താൻ തോൽക്കില്ല. ഇനിയും പോകും. അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. അമ്മാളും എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തി. നാളെയും പോണം. മറ്റന്നാൾ സാറ്റർഡേ ആയതുകൊണ്ട് അവൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ പിന്നെ അത് തനിക്കൊരു ബുദ്ധിമുട്ടാകും. അവൾ അതുകൊണ്ട് കാലത്തെ തന്നെ പോകാൻ തീരുമാനിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. പാതിരാവ് കഴിഞ്ഞിട്ടും ഗൗരി ഉറങ്ങാതെ കിടക്കുകയാണ്. തല വെട്ടിപ്പൊളിക്കുന്ന തലവേദന. ചെറുതായി പനിക്കുന്ന പോലെയുണ്ട്. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അല്പം മുൻപ് ഗുളിക എടുത്ത് കഴിച്ചതാണ്. പക്ഷെ കുറയുന്നില്ല. ചിലപ്പോൾ പനിയുടെ ആരംഭം ആയതുകൊണ്ടാവും ഭക്ഷണം കഴിക്കാൻ പോലും വിശപ്പ് തോന്നാതിരുന്നത്. അവൾ കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. ഹരിക്ക് വേണ്ടി എന്നും അമ്മ ചെറു ചൂടുവെള്ളം എടുത്ത് ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അത് കുടിച്ചിട്ട് അവൾ വീണ്ടും ബെഡിൽ വന്ന് കിടന്നു. അവൾ നോക്കിയപ്പോൾ കണ്ടു വളരെ ശാന്തനായി കിടന്നുറങ്ങുന്ന ഹരിയെ. ചെറുതായി ഇളകുന്ന അവൻ്റെ മുടിയിഴകളെ മെല്ലെ തലോടാൻ അവൾക്ക് തോന്നി. പതിയെ അവൾ കൈനീട്ടി അവൻ്റെ നെറ്റിയിലേക്ക് പറന്നു കളിക്കുന്ന മുടിയെ മാടി ഒതുക്കി. അവൻ്റെ വിരൽത്തുമ്പിൽ അവൾ മെല്ലെ ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. തന്നോട് ചേർന്ന് കിടക്കുന്ന ഗൗരിയെ കണ്ടതും അവൻ അവളെ തുറച്ചു നോക്കി. ഗൗരിയും പെട്ടെന്ന് വല്ലാതായി. എന്താ? അവൻ ചോദിച്ചു. അത് പിന്നെ തലവേദനയാണ്, പനിയുമുണ്ട്. അവളെ വിക്കി. ടാബ്ലറ്റ് എടുത്ത് കഴിക്ക്. ഹോസ്പിറ്റലിൽ പോകാം, നേരം വെളുക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ മറു സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നു. ഗൗരി പിന്നെയും ഉറങ്ങാതെ കിടക്കുകയാണ്. നേരം പുലർന്നപ്പോഴാണ് അവൾ ഒന്ന് കണ്ണടച്ചത്. ഹരി എല്ലാ ദിവസവും കൃത്യം 5 മണിക്കുണരും. അന്നും അവൻ്റെ പതിവ് തെറ്റിയില്ല. അവൻ ഉണരും മുമ്പേ ഗൗരി എഴുന്നേറ്റ് കുളിക്കുന്നതാണ്. ഹരി കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴാണ് കാണുന്നത് അവൻ്റെ വയറിൽ പുണർന്നിരിക്കുന്ന ഗൗരിയുടെ വെളുത്ത് കൊലുതന്നെയുള്ള വലങ്കൈ. അവൻ നേരെ കിടന്നു. തന്നെ പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ ഒന്നുകൂടി നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ഇത്രയും ദിവസം തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാഞ്ഞവളാണ്. അവൻ കൈ എടുത്തു മാറ്റിയിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ അവൾ കുറച്ചുകൂടി തന്നിലേക്ക് ചേർന്നു വന്നു. അവൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി കിടക്കുകയാണ്. എന്നിട്ടൊന്നുകൂടെ അവളുടെ പിടുത്തം മുറുക്കി. അവൻ കൈയെടുത്ത് മാറ്റാൻ നോക്കി. അവളുടെ ചുടുനിശ്വാസം അവൻ്റെ കഴുത്തിൽ തട്ടി. പ്രാവ് കുറുകും പോലെ കുറുകിക്കൊണ്ട് തന്നെ പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ ഹരി ഒന്നുകൂടെ നോക്കി. ഇവൾ ഉറക്കത്തിൽ സംസാരിക്കോ? ഇതുവരെ താൻ കേട്ടിട്ടില്ലല്ലോ. അവൻ ഓർത്തു. പെട്ടെന്നാണ് ഹരിക്ക് തോന്നിയേ ഗൗരിയെ വല്ലാത്ത ചൂട്. നല്ല പനിയാണല്ലോ. അവൻ കൈയെടുത്ത് നെറ്റിമേൽ വെച്ചു. പൊള്ളുന്ന ചൂട്. രാത്രി പനിയാണെന്ന് പറഞ്ഞത് അവനപ്പോൾ ഓർത്തു. ഗൗരി, ഗൗരി. അവൻ അവളെ തട്ടി വിളിച്ചു. അവൾ പക്ഷെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീണ്ടും ചുരുണ്ടുകൂടി. ഗൗരി. അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. എടോ, എഴുന്നേക്ക്, ഹോസ്പിറ്റലിൽ പോകാം, നല്ല പനിയുണ്ടല്ലോ. ഹരി ധൃതി കൂട്ടി. അവൻ താഴേക്ക് വേഗം ഇറങ്ങിച്ചെന്ന് അമ്മയെ വിളിച്ചു. ദേവി വന്ന് നോക്കിയപ്പോഴും ഗൗരിയെ ചുട്ടുപൊള്ളുകയാണ്. ഈശ്വര, നല്ല ചൂടാണല്ലോ. ദേവിയും ഹരിയും കൂടി അവളെ താങ്ങിയിരുത്തി. മോളെ ഗൗരി, എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ദേവി പറഞ്ഞു. വേണ്ടമ്മേ, ഗുളിക കഴിച്ചതാ, കുറഞ്ഞോളും. അവൾ വിസമ്മതിച്ചു. അമ്മ വേഗം റെഡിയാവും, നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാം. ഞാൻ വരുന്നില്ല ഹരി, എനിക്കെങ്ങും പോകണ്ട, ഇത് കുറഞ്ഞോളും. അവളുടെ കണ്ണുകൾ ചുവന്നു കിടക്കുകയാണ്. നന്നായി കരഞ്ഞിരിക്കുന്നുവെന്ന് അത് കാണുന്ന ആർക്കും തോന്നും. മോളെ.
എഴുന്നേറ്റേ. മോനെ, ഗൗരിയെ കൂട്ടി പോയിട്ട് മരുന്ന് മേടിക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അമ്മ വരാം. ദേവി മനഃപൂർവ്വം ഒഴിവായതാണെന്ന് അവന് തോന്നി. പിന്നീട് അവർ രണ്ടാളും കൂടി മരുന്ന് മേടിക്കാനായി പോയി. അവളെയും ചേർത്ത് പിടിച്ച് അവൻ ഹോസ്പിറ്റലിൽ വരാന്തയിൽ കൂടി നടന്നു. ഗൗരി തന്നെ വിറയ്ക്കുന്നു. എന്താ, ഒട്ടും വയ്യേ? ഏയ്, കുഴപ്പമില്ല, മാറിക്കോളും. അവൾ പെറുപെറുത്തു. നടക്കാൻ പറ്റുമോ? കുഴപ്പമില്ല ഹരി. ബോഡി നല്ല വീക്കാണല്ലോ. എന്തു പറ്റി? ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? ഡോക്ടർ ചോദിച്ചു. അത് 1-2 യാത്രകളുണ്ടായിരുന്നു. ഹരിയാണ് ഡോക്ടറോട് പറഞ്ഞത്. ഓക്കെ. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 വീക്സ്. എന്തായാലും നമുക്ക് ഡ്രിപ്പ് ഇടാം. പിന്നെ ഹാഫ് ഡേ ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് നോക്കട്ടെ. ഡോക്ടർ എന്തൊക്കെയോ മരുന്ന് കുറിച്ചു. BP ഇത്തിരി ഉണ്ടല്ലോ. എന്തു പറ്റി? ഇതിന് മാത്രം ടെൻഷൻ? ഡോക്ടർ ഒന്ന് പുഞ്ചിരി തൂക്കി. എന്നിട്ട് ഫയൽ അടുത്തു നിന്ന് നേഴ്സിന് കൈമാറി. ഹരി അമ്മയുടെ വിവരങ്ങളൊക്കെ വിളിച്ചറിയിച്ചു. ഉച്ചയാകുമ്പോൾ എത്തില്ലേ മോനെ? ഇനി അമ്മ വരണോ? ആ, കുഴപ്പമില്ലമ്മേ, വരണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അവൻ കോൾ കട്ട് ചെയ്തു. ദേവി മനഃപൂർവ്വം പോകാതിരുന്നതാണ് അവർ തമ്മിൽ അടുക്കുവാൻ. അത് ഹരിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഫ്ലൂയിഡ് തീർന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് കഴിക്കാനായി അവൻ ദോശ മേടിച്ചുകൊണ്ട് വന്നു. ഗൗരി സാവധാനം അതിൽ ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഹരി, ഓഫീസിൽ പോകണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് കൂട്ടി നിർത്താം. സാരമില്ല, ഉച്ചയാകുമ്പോൾ പോകാം, അവൻ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഹരി കഴിച്ചോ കുളിച്ചോ എന്നൊക്കെ തിരക്കാനാണോ ഈ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നത്? മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കുക. അവൻ ഫോണുമായി വെളിയിലേക്ക് ഇറങ്ങി. ഗൗരിയുടെ മുഖം താന്നു. കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തൂവുന്നു. ഒരു നേഴ്സ് കയറി വന്നപ്പോൾ അവൾ കണ്ണീർ തൻ്റെ വലം കൈ കൊണ്ട് തുടച്ചു. ഹരി അപ്പോൾ തൻ്റെ ഫോണുമായി വെറുതെ അവിടെ കിടന്ന് ബെഞ്ചിലിരിക്കുകയാണ്. തലേ ദിവസം അബി അയച്ച മെസ്സേജ് അവൻ എടുത്തു നോക്കി. ഒരു ഓഡിയോ ക്ലിപ്പ് അപ്പോഴും അവൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഗൗരി അവനോട് പറഞ്ഞ ഓരോ വാചകങ്ങളും അവൻ ഓർത്തു. എന്തായാലും തനിക്കിപ്പോൾ മുൻപത്തെ പോലെ വിഷമമില്ല. ഗൗരിയെ തൻ്റേതാക്കണമെന്ന് ആഗ്രഹവുമില്ല. അവൾക്ക് വിധിച്ചത് അബിയാണ്. സ്നേഹിക്കുന്നവരാണ് ഒന്നാ വേണ്ടത്. അതുകൊണ്ട് അവർ തമ്മിൽ ചേരട്ടെ. രാവിലെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഗൗരിയുടെ മുഖം അവനിലേക്ക് ഓടിയെത്തി. കടുത്ത പനിയുണ്ടായിരുന്നു അവൾക്ക്. ഒരുപക്ഷെ ക്ഷീണം കൊണ്ടാവും. വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഗൗരി റൂമിൽ തനിച്ചാണല്ലോ. എന്തെങ്കിലും ആവശ്യം വന്നാലോ? അവൻ റൂമിലേക്ക് നടന്നു. അവൾ കട്ടിൽ കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഗൗരി നന്നായി ക്ഷീണിച്ചിരുന്നു. കണ്ണുകളൊക്കെ കുഴിഞ്ഞു. അവൻ കയറി വന്നപ്പോൾ അവൾ എഴുന്നേറ്റു. അടങ്ങിക്കിടക്ക്. എന്തിനാ എഴുന്നേക്കുന്നത്? പോകാം ഹരി, എനിക്കിപ്പോൾ കുഴപ്പമില്ല. അവൾ ഷോളെടുത്ത് മാറിലേക്ക് ഇട്ടുകൊണ്ട് അവനോട് പറഞ്ഞു. ഉച്ചയായിട്ടേ വിടുവുള്ളൂ. പനിയിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നമുക്ക് പോകാം. പോകാം, താനിവിടെ ഇരിക്കുക. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോഴാണ് ഗൗരിയും ഓർത്തത്. ഹരിയോടൊന്ന് തുറന്ന് സംസാരിക്കാൻ അവസരം നോക്കിയിരിക്കുകയാണ് താനും. ഇപ്പോൾ എല്ലാം തുറന്നു പറയാമെന്ന് അവളും തീരുമാനിച്ചു. എന്താണ് ഹരി? എന്താ ഇത്രയും BP കൂടിയത്? തനിക്കതിന് മാത്രം ടെൻഷനുണ്ടോ? ഇല്ലെന്നേ, അതാ ഡോക്ടർ വെറുതെ. ഏയ്, ഡോക്ടർ വെറുതെ അങ്ങനെ പറഞ്ഞതൊന്നുമല്ല. തൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനുണ്ടെന്ന് എനിക്കറിയാം. എടോ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? വെറുതെ ഓരോ പ്രശ്നങ്ങളുണ്ടായി. താൻ പോലും എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്നും അയാളോടൊപ്പം പോകുമെന്നുമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ പോലും അത് അഭിയാണെന്ന് കരുതിയില്ല. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അഭി പാവമാണടോ, തനിക്ക് യോജിച്ചവനാണ്. അവന് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനി 1 വർഷമൊന്നും താൻ കാത്തിരിക്കണ്ട. എന്തായാലും അസുഖമൊക്കെ കുറഞ്ഞു കഴിഞ്ഞ്
താൻ നിന്റെ വീട്ടിലേക്ക് വെക്കൂ. ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല. നാളെ ഒരിക്കൽ അബിയുടെ വീട്ടുകാരിൽ നിന്ന് തനിക്കൊരു കുത്തുവാക്ക് കേൾക്കാൻ ഇടവരരുത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാം. വെറുതെ ഗൗരി ഇനി ഓരോന്നോർത്ത് വിഷമിച്ച് BP കൂട്ടണ്ട കേട്ടോ. പിന്നെ എനിക്ക് തന്നോട് കാല് പിടിച്ച് മാപ്പ് പറയണമെന്നുണ്ടോ? സത്യം. ഞാൻ കാരണം നിങ്ങൾ വെറുതെ. എന്ത് ചെയ്യാനാ? എൻ്റെ ജാതകദോഷമാകും. അല്ലെങ്കിൽ ജന്മം നൽകിയ അച്ഛനും അമ്മയും ഒരുമിച്ച് പോവോ? ആരെങ്കിലും ഒരാളെ ദൈവം എനിക്ക് കൂട്ടായി തന്നില്ല. ഒരു നിമിഷം അവൻ നിശബ്ദനായി. എനിവേ ഗൗരി, ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ, എന്നും തൻ്റെ നല്ലൊരു സുഹൃത്തായിട്ട്. ഹരി പറയുന്ന കേട്ട് ഗൗരി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു. ഗൗരി, ഹരി അവളെ വിളിച്ചു. താനെന്താ ഒന്നും പറയാത്തത്? ഞാൻ വിചാരിച്ചു തന്നോടിതൊക്കെ പറയുമ്പോൾ തനിക്ക് സന്തോഷമാകുമെന്നാണ്. ഗൗരി മെല്ലെ മുഖം ഉയർത്തി. എന്നിട്ട് ഹരിയെ നോക്കി. അവളോട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് അവനൊന്ന് പകച്ചു. എന്താണോ? എന്തു പറ്റി? താൻ എന്തിനാ കരയുന്നേ? ഗൗരി പക്ഷെ അവനോട് ഒന്നും പറയാതെയിരുന്ന് വിങ്ങിക്കരഞ്ഞു. ഗൗരി, എടോ എന്തെങ്കിലും പറയ. തനിക്ക് അബിയോട് സംസാരിക്കണോ? ഞാൻ വിളിച്ചു തരാം. അവൻ ഫോൺ പോക്കറ്റിൽ നിന്നെടുത്തു. വേണ്ട ഹരി, എനിക്ക് അബിയേട്ടനോടൊന്നും സംസാരിക്കണ്ട. പിന്നെ എന്തിനാ താൻ കരയുന്നത്? ഒന്നുമില്ല ഹരി, നമുക്ക് പോകാം. എനിക്കിപ്പോൾ ഓക്കെ ആയില്ലേ? ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം, താൻ കിടന്നു. അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്നും പതിവ് പോലെ അമ്മാളു ഡോണുവിനെ കാണാനായി ഹോസ്പിറ്റലിലെത്തി. മമ്മി അവിടെ ഉണ്ടാവരുത്, ആ ഒരു പ്രാർത്ഥന മാത്രമേ അവൾക്കുള്ളൂ. അവൾ ചെന്നപ്പോൾ മമ്മി റൂമിലില്ലായിരുന്നു. ഡോൺ, ഗുഡ് മോർണിംഗ്. അവൾ ഡോണിൻ്റെ അടുത്തേക്ക് ചിരിയോടെ ചെന്നു. അവനവളെ മൈൻഡ് ചെയ്യാതെ കിടക്കുകയാണ്. ഓ, എന്താണ് സാറേ ഇത്ര ഗൗരവം? ഒന്ന് ചിരിക്കണോ? ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ഒന്ന് കാണാൻ ഓടി വന്നതല്ലേ. അവൾ ഒരു ചെയറെടുത്ത് അവൻ്റെ അടുത്തേക്ക് ഇട്ടു. മാളു, ഞാൻ പറഞ്ഞതല്ലേ തന്നോട് വരരുതെന്ന്. എന്നിട്ട് എന്തിനാ പിന്നെ? മമ്മി ഇപ്പോൾ വരും, താൻ പോകാൻ നോക്ക്. ഓ, മമ്മി വന്നോട്ടെ, അതിനെന്താ, ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. അവൾ അവൻ്റെ കൈയെടുത്ത് മെല്ലെ തലോടി. അവൻ പക്ഷേ കൈ വലിച്ചു മാറ്റി. ഓ, ഇത്രയും ജാടയോ? അവൾ മുഖം കൂർപ്പിച്ചു. മാളു, താൻ പോകാൻ നോക്ക്, മമ്മി വരും. മമ്മി വന്നോട്ടെ, മമ്മിയെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവൾ രണ്ടും കൽപ്പിച്ചാണ് വന്നതെന്ന് അവന് തോന്നി. കാലിന് വേദനയുണ്ടോ? ഇല്ല. എന്താണ് ഡിസ്ചാർജ് ആവുന്നത്? 2 ദിവസത്തിനുള്ളിൽ പോകും. അയ്യോ, അപ്പം ഞാൻ എങ്ങനെ കാണും? ഇനി എന്ന് വരും കോളേജിലേക്ക്? ഞാൻ പഠനം നിർത്തി, ഇനി ഈ നാട്ടിലേക്കില്ല. അപ്പം പിന്നെ ഞാൻ എന്തു ചെയ്യും? എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. മാളുവിൻ്റെ ശബ്ദം ഇടറി. മാളു, എടോ, ഞാൻ തന്നോട് പറഞ്ഞില്ലേ എനിക്കങ്ങനെയൊന്നും. ദേ മനുഷ്യ, ഞാൻ കുറേയായി കേൾക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളെന്നെ എത്രത്തോളം വെറുക്കുന്നോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അല്ല പിന്നെ. അവൾ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി കൊഞ്ഞനെ കുത്തി. അത് കണ്ടതും സത്യത്തിൽ അവന് ചിരിച്ചുപോയി. അത്രയ്ക്ക് നിഷ്കളങ്കമായി അവളുടെ ഓരോ മറുപടി. എൻ്റെ മാതാവേ, ഇവളെ ഞാൻ എങ്ങനെ പിരിയും? അവൻ മനസ്സിലോർത്തു. ഡോൺ. മാളു പിന്നെയും അവനെ വിളിച്ചു. എന്താടോ? ഡോൺ, സത്യം പറ. എന്നെ ഇയാൾ സ്നേഹിച്ചിട്ടില്ലേ ഒരിക്കൽ പോലും? ഡോൺ, എന്നെ ഒഴിവാക്കാനായി പറയരുത്. മറുപടി സത്യസന്ധമായിരിക്കണം. അതുമാത്രമേ ഉള്ളൂ എൻ്റെ അപേക്ഷ. ഞാൻ ഡോണിൻ്റെ കൺമുമ്പിൽ പോലും വരില്ല, സത്യം. പക്ഷെ എന്നോട് പറയണം എന്നെ സ്നേഹിച്ചിരുന്നില്ലെന്ന്. അത് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം. ഒരിക്കലും ഒരു ശല്യമാകാൻ ഞാൻ പിന്നെ വരില്ല. ഇടറിയ ശബ്ദത്തിൽ മാളു പറഞ്ഞു.
ഡോണും ഓർത്തു അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന്. പാവമല്ലേ അവൾ. മാളു, എടോ, ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം. എടുത്തു ചാടി പുറപ്പെടുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ താൻ ക്ഷമയോടെ കേൾക്കണം. പറ്റുമോ? പറ്റും. അതിനല്ലേ ഞാൻ ഓടി വന്നത്. ഡോൺ എന്നോട് പറയണം ഡോണിന് വെറുമൊരു ടൈം പാസ് ആയിരുന്നു എന്ന്. അതറിഞ്ഞ ഞാൻ പൊയ്ക്കോളാം. മാളു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ, അതൊക്കെ കളവാണ്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. തന്നെ വിവാഹം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. 2 ജാതി ആണെങ്കിൽ പോലും എല്ലാവരെയും കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ കണക്ക് കൂട്ടൽ. പക്ഷേ എടോ, ഈ ആക്സിഡൻറ്റ് എൻ്റെ ഒരു കാലം പോയി. ഈ ഒറ്റ കാലൻ്റെ കൂടെയുള്ള തൻ്റെ ജീവിതം തനിക്കൊരു ഭാരമാകും. തന്നെയുമല്ല, ഇനി ഒരു കാരണവശാലും തൻ്റെ വീട്ടുകാർ നമ്മൾ തമ്മിലൊരു റിലേഷൻ ഉണ്ടായാൽ പോലും വിവാഹത്തിന് സമ്മതിക്കില്ല. നമ്മുടെയൊക്കെ ഈ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണോ ഇതെല്ലാം. താൻ അതുകൊണ്ടെല്ലാം മറക്കണം. ഞാനിനി കോളേജിലില്ല. എന്നെ കാണാതിരിക്കുമ്പോൾ താനും എല്ലാം മെല്ലെ മെല്ലെ മറന്നോളും. തനിക്ക് ഇങ്ങനെ ഒരു ആശ തന്നതിന് ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു മാളു. ദേവി, ഇത് താൻ ഇനി എന്നെ കാണാൻ വരരുത്. എൻ്റെ അപേക്ഷയാണ്, പ്ലീസ്. ഡോൺ പറഞ്ഞു നിർത്തി. മാളുവിനെ അവൻ നോക്കി. അവനെ തന്നെ തുറച്ചു നോക്കിയിരിക്കുകയാണവൾ. അവളുടെ ഭാവം എന്താണെന്ന് അവന് തിരിച്ചറിയാൻ പറ്റിയില്ല. അയ്യട, കഴിഞ്ഞു കുമ്പസാരം. അപ്പോൾ ഇതാണ് എൻ്റെ ഇച്ഛായൻ്റെ പ്ലാനല്ലേ? വെറുതെ നടന്ന എന്നെ ഈ കുരുക്കി ചാടിച്ചതും പോരാ, നൈസായിട്ട് അങ്ങ് ഒഴിവായി അല്ലേ മോനെ? വിടില്ല ഞാൻ. മാളു, ആ മാളു തന്നെ. നിങ്ങളുടെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ ഞാനങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇതെൻ്റെ ഒരു ഡ്രാമയായിരുന്നു. എടോ, അതേടോ, അല്ലാതെ നിങ്ങളുടെ കൺമുമ്പിൽ പോലും വരില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞത് നുണയാ. ഞാൻ തന്നെ കൊണ്ടേ പോകൂ. ഡോ, താൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ലേ? ദേ, മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് പറയാം. ഈ മാളവിക മേനോൻ്റെ കഴുത്തിൽ ഒരു താലി വീണെങ്കിൽ അത് ഈ ഡോണിൻ്റെ കൈകൊണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ഡോ, എന്താണ് എൻ്റെ ഇച്ഛായ വെറുതെ ഡോ ഡോ എന്ന് പറഞ്ഞ് കളിക്കുന്നത്? മാളു, വെറുതെ കളി പറയരുത്. താൻ പോകാൻ നോക്ക്. ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ല. മമ്മി ഇങ്ങോട്ട് വരട്ടെ. മാളു, താൻ പോകാൻ നോക്ക്. ഞാൻ പോകും, പക്ഷെ വൈകിട്ട് 5 മണിക്ക് പോവുള്ളൂ. മമ്മിയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയട്ടെ. മാളു, നീ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ അല്ല? അയ്യോ പാവം, പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഒറ്റക്കാലിന് എനിക്ക് ഭാരമാകുന്നോ? ആയിക്കോട്ടെ, ഈ ഭാരം ഞാനങ്ങ് ഏറ്റെടുത്തു. മമ്മി വരട്ടെ. എൻ്റെ തീരുമാനം ഞാൻ മമ്മിയെ അറിയിക്കട്ടെ, എന്നിട്ട് പോയിക്കോളാം. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ മമ്മി കോളി. ദേ, മമ്മി വിളിക്കുന്നു. അവൾ അതെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മോനെ, മമ്മി ഇവിടെ എത്തിയിട്ടോ? ആ, ഞാൻ വൈകുന്നേരം എത്തും. മോൻ്റെ ഫ്രണ്ട് വന്നോടാ. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. ആ കുട്ടിയുടെ കൈ കൊടുക്ക്, മമ്മി സംസാരിക്കാം. മമ്മിയുടെ സംസാരം കേട്ട് മാളു അവനെ നോക്കി. വേണ്ട മമ്മി, അവനോട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ ഓക്കെ, വെച്ചോ. അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ആ, അപ്പം മമ്മി ഇവിടെ ഇല്ലല്ലേ? കള്ളൻ. എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവൾ അവൻ്റെ കൈത്തണ്ടയിൽ മെല്ലെ നുള്ളി. എന്തെങ്കിലും കഴിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, നോബിൻ വരും. ഓ, നോബിൻ തന്നാലേ കഴിക്കൂ. അവൾ പ്ലേറ്റ് എടുത്ത് കഴുകി. എന്നിട്ട് അതിലേക്ക് 2 അപ്പം എടുത്തു. മീതെ മുട്ടക്കറിയും ഒഴിച്ചു. ബെഡിൻ്റെ മുകൾ ഭാഗം അല്പം പൊക്കി വെച്ചു, അവന് കഴിക്കാൻ പാകത്തിന്. എന്നിട്ട് അപ്പം മുറിച്ച് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഞാൻ കഴിച്ചോളാം, ഇങ്ങ് തന്നേക്ക്. അത് താനാണോ തീരുമാനിക്കുന്നത്? അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. വേഗം കഴിക്ക്. അവൾ കുറേശ്ശെയായി അവന് കൊടുത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതായി അവൾക്ക് തോന്നി. അത് കണ്ടതും അവൾക്കും വിഷമം വന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവൾ വെള്ളവും മരുന്നും കൊടുത്തു. അവൻ്റെ മുഖം ഒരു ടവലെടുത്ത് അവൾ തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. മാളു, അവൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്.
എന്താ ഡോൺ? എടോ, ഞാൻ വീണ്ടും വീണ്ടും പറയുക, ഞാൻ തനിക്കൊരു ബാധ്യതയാവും. അതുകൊണ്ട് എന്നോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറണം. ഡോൺ, സത്യമായിട്ടും എൻ്റെ സ്നേഹം ആത്മാർത്ഥമായിട്ടാണ്. എനിക്ക് എനിക്ക് ഡോൺ മതി, വേറെ ആരും വേണ്ട. എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ കാത്തിരുന്നോളാം, എത്ര നാൾ വേണേലും കാത്തിരുന്നോളാം. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ മാത്രമേ ഞാൻ എൻ്റെ ഡോണിൻ്റെ പെണ്ണാകൂ. അതുവരെ അതുവരെ എന്നോടിനി ഇങ്ങനെയൊന്നും പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ അവൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ച് കരഞ്ഞു. മാളു, ഈ ജന്മം പോട്ടടോ, അടുത്ത ജന്മം നമുക്ക് ഒന്നാവാം. പ്ലീസ്, താൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഈ ജന്മവും അടുത്ത ജന്മവും ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും എനിക്കെൻ്റെ ഡോൺ മതി, അല്ലാതെ ആരും വേണ്ട. ഡോൺ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈശ്വരൻ നമുക്ക് ഇങ്ങനൊരു വിധി തന്നു, അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു, അത്രയും ഉള്ളൂ. എടോ, ഇതൊക്കെ ഇപ്പം തോന്നും, കുറച്ചു കഴിഞ്ഞ് ജീവിതം തുടങ്ങുമ്പോഴാണ് താൻ വിഷമിക്കുന്നത്. മതി പറഞ്ഞത്, കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഡോൺ പറഞ്ഞത് സമ്മതിച്ചു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ? ഡോണിൻ്റെ സ്ഥാനത്ത് എനിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഡോൺ എന്നെ ഉപേക്ഷിച്ച് പോവോ? അവൾ അവനെ നോക്കി. അവൻ പക്ഷെ ഒന്നും മിണ്ടിയില്ല. പറയൂ ഡോൺ, എന്നെ ഉപേക്ഷിച്ച് പോവായിരുന്നോ? ആ, ചിലപ്പോൾ പോയേനെയല്ലേ. ഡോൺ പറഞ്ഞ പോലെ ഞാനൊരു ഭാരമാകുന്നതിലും ഭേദം മനഃപൂർവ്വം എന്നെ അങ്ങ് ഒഴിവാക്കി പോകുന്നതല്ലേ നല്ലത്. മാളു, എന്താ ഉത്തരവില്ലല്ലേ? ശരി ശരി, താൻ എങ്ങനായാലും ശരി, ഞാൻ എൻ്റെ മരണത്തിൽ നിന്നല്ലാതെ ഇയാളെ വിട്ടു പോകില്ല. എൻ്റെ ഗുരുവായൂരപ്പനാണ് സത്യം. മാളു, നിന്റെ സന്തോഷമാണ് എനിക്ക് എപ്പോഴും കാണേണ്ടത്. നിനക്കുമില്ലേ ഒരുപാട് ആഗ്രഹവും പ്രതീക്ഷയും? അതൊന്നും നിറവേറ്റാൻ എനിക്ക് കഴിയില്ല. എനിക്ക് മാത്രമല്ല ആഗ്രഹവും സ്വപ്നങ്ങളും ഉള്ളത് നമുക്ക് രണ്ടാൾക്കും കൂടിയാണ്. നമ്മുടെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ നമ്മൾ രണ്ടാളും കൂടി സാക്ഷാത്കരിക്കും. ഈ വലിയ ലോകത്തിലെ ചെറിയ മനുഷ്യരായ നമുക്ക് എന്തൊക്കെ നിറവേറ്റാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നിറവേറ്റുണ്ടോ. നമ്മുടെ എല്ലാ സ്വപ്നവും ഒരു ദിവസം പൂവണിയും, ഉറപ്പ്. അവൾ അവൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. ഡോണിന് താങ്ങും തണലുമായി ഈ മാളു എന്നും ഉണ്ടാവും. ഇതെൻ്റെ തീരുമാനമാണ്, ഇതിന് മാറ്റമില്ല. അവൾ അവൻ്റെ കൈകളിൽ മുത്തം വെച്ചു. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാനും പപ്പയും മമ്മിയും ഒക്കെയുണ്ട്. പിന്നെ എല്ലാത്തിനും ഉപരി നമ്മുടെ മാതാവും. എല്ലാം അറിയുന്ന അമ്മയല്ലേ, നമ്മളെ കൈവടിയില്ല. അവൾ പുഞ്ചിരി തൂകി. ഓ, ഒന്ന് ചിരിക്കണ്ട മാഷേ, എന്തൊരു ഗൗരവം. അവൾ അവൻ്റെ ഇരു കവളിലും പിടിച്ചു വലിച്ചു. അവനും മെല്ലെ ചിരിച്ചു. ആ, തൽക്കാലം ഇത്രയും മതി, ബാക്കിയൊക്കെ പിന്നെ. മാളു ആശ്വാസത്തോടെ കസേരയിലിരുന്നു. നോബിൻ ചേട്ടൻ എപ്പോൾ എത്തും? 9 മണിന്നാ പറഞ്ഞേ. എങ്കിൽ ഞാൻ പൊയ്ക്കോളാം, ഉച്ചയ്ക്ക് ലീവ് എടുത്ത് വരാം. വേണ്ട വേണ്ട, താൻ പൊയ്ക്കോ, സമയം പോകുന്നു, നോബി നിന്നോളൂ ഇന്ന്. ആ, ഓക്കെ, എന്നാൽ പിന്നെ ഇന്ന് ഫുൾ ഡേ ലീവ്. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഏകദേശം 11 മണി കഴിഞ്ഞു കാണും. അപ്പോഴാണ് ഡോക്ടർ ഡിസ്ചാർജ് എഴുതിയത്. ഗൗരിയെയും കൂട്ടി മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഹരി നടന്നു. ഇടയ്ക്ക് തല ചുറ്റുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വേഗം ഹരിയുടെ കയ്യിൽ പിടിച്ചു. എന്താ ഗൗരി? അത് ഇത്രയും സമയം കിടന്നിട്ടാവും തല കറങ്ങുന്ന പോലെ. ആണോ? എന്നാൽ നമുക്ക് എവിടെങ്കിലും ഇരിക്കാം. വേണ്ട ഹരി, പോകാം, അവൾ പറഞ്ഞു. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ പറയണേ. അവൻ മെല്ലെ അവളെയും കൂട്ടി നടന്നു. എടോ, തനിക്കൊരു കരിക്ക് മേടിച്ചു തരാം, അപ്പോൾ തൻ്റെ ക്ഷീണം പോകും. വീട്ടിലേക്ക് മടങ്ങും വഴി ഹരി പറഞ്ഞു. വേണ്ട ഹരി, എന്തു പറഞ്ഞാലും വേണ്ട വേണ്ട, പറയുന്നത് അനുസരിച്ചാൽ മതി. കോലം കണ്ടില്ലേ, ആകെ ക്ഷീണിച്ചു. അവൻ ഒരു ഫ്രൂട്ട് ഷോപ്പിൻ്റെ അടുത്ത് വണ്ടി ഒതുക്കി. എന്നിട്ട് അവൾക്ക് കരിക്ക് വാങ്ങിക്കൊടുത്തു. അവൻ അടുത്ത് നിൽക്കുന്നതിനാൽ അവളത് മുഴുവൻ കുടിച്ചു. ഓറഞ്ച്, ആപ്പിള്, മാതളം, അങ്ങനെ കുറേയേറെ പഴങ്ങളും അവൻ മേടിച്ചു കൂട്ടി. ഇതെല്ലാം കഴിച്ചോണം, വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കാൻ. അവനതൊക്കെ എടുത്ത് ബാക്ക് സീറ്റിൽ വെച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ അവരെ കാത്ത് ഒരു അതിഥി ഉണ്ടായിരുന്നു. ഹരിയും ഗൗരിയും കാറിൽ നിന്നിറങ്ങി. ഗൗരിക്ക് ആളെ പിടികിട്ടിയില്ല. പക്ഷേ ആ ആളെ കണ്ടതും ഹരിയുടെ ചുണ്ടിൽ ഒരു വിഷാദം നിറഞ്ഞ പുഞ്ചിരി വിടർന്നു. തുടരും.
സൗണ്ട് ഇല്ല കേട്ടോ, ജലദോഷമാണ്. അതുപോലെ വോയിസും ഒട്ടും ക്ലാരിറ്റി ഇല്ല.